ചൂടിൽ സംസ്ഥാനത്തെ ക്ഷീരമേഖല പ്രതിസന്ധിയിൽ. ജലലഭ്യത കുറഞ്ഞതും പാലുൽപാദനത്തിലെ കുറവും തിരിച്ചടിയായി. വരൾച്ചാബാധിത മേഖലകളിൽ ക്ഷീരവകുപ്പിന്റെ ഇടപെടൽ അനിവാര്യമാണെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നു. കോട്ടയം കുര്യനാട്ടെ ക്ഷീരകർഷകനാണ് രാജു ഗോപി. 10 പശുക്കളെ വളർത്തുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹമടക്കമുള്ള സംസ്ഥാനത്തെ കർഷകർ കനത്ത ചൂടിൽ ദുരിതത്തിലാണ്. ഒരു പശുവിന് ദിവസവും 200 ലിറ്റർ വെള്ളം വേണം. എന്നാൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ വെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണ് കർഷകർ. അധിക സാമ്പത്തിക ചെലവിനൊപ്പം ചൂട് മൂലം പാലുൽപാദനം കുറഞ്ഞതും കർഷകർക്ക് ഇരുട്ടടിയാണ്. വെള്ളം കുറവാണ്, വെള്ളം ഇല്ല. നമ്മൾ വെള്ളം ഡെയിലി ഇറക്കുക. പക്ഷെ ഒരു 2000 ലിറ്റർ വെള്ളത്തോളം വേണം. 3 പ്രാവശ്യം നനച്ചാലും പശു അണയ്ക്കുക. ഇത് ചൂട് കൂടിയപ്പോൾ ഒരു 10-25 ലിറ്റർ പാല് കുറവാണ്. ഈ കൈതയാണെങ്കിലും കിട്ടാൻ കുറവാണ്. ഇതിന് പൈസ കൂടുതൽ, പണിക്കാരില്ലെന്നും പറഞ്ഞ് പല ദിവസങ്ങളും തീറ്റ കിട്ടാൻ വിഷമമാണ്. ഇൻസെന്റീവും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കാൻ ക്ഷീരവകുപ്പിന്റെ നടപടി വേണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. മുൻകാലങ്ങളിൽ വരൾച്ചാ ബാധിത പ്രദേശങ്ങളിൽ ക്ഷീരകർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത്തരം സാഹചര്യങ്ങളൊന്നും നിലവിലില്ല. അടിയന്തരമായി സർക്കാർ നടപടിയെടുത്തുകൊണ്ട് ക്ഷീരകർഷകർക്ക്, പശു വളർത്തുന്നവർക്ക് വെള്ളം എത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ചൂട് കണക്കിലെടുത്ത് സ്വകാര്യ കമ്പനികൾ കാലിത്തീറ്റയ്ക്ക് 50 രൂപ വരെ കുറവ് നൽകുന്നുണ്ട്. എന്നാൽ സർക്കാർ ഉൽപ്പന്നമായ കേരള ഫീഡ്സ് 1 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറായിട്ടില്ലെന്നും ക്ഷീരകർഷകർ പരാതിപ്പെടുന്നു. ടിബിൻ ഡൊമിനിക്കിനൊപ്പം ജോസി ബാബു, മീഡിയ 1, കോട്ടയം.